നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ന് ആദ്യ പ്രഹരം കിട്ടിയത് സാക്ഷാൽ സജി ചെറിയാന്. നമ്മുടെ ഭരണഘടനയെ അത്രയേറെ അവഹേളിച്ച ഒരു മന്ത്രി. ഓണാട്ടുകര ഭാഷയാണെന്നൊക്കെ CPM വിശദീകരിച്ച ഓണാട്ടുകര മന്ത്രി. ജനാധിപത്യ മതേതരം കുന്തം കൊടച്ചക്രം. എന്തൊക്കെ വികട സരസ്വതിയാണ് ആ വികട സജിയുടെ വായിൽ നിന്ന് വീണത്. ഇപ്പോഴിതാ കോടതി എടുത്തിട്ട് കുടഞ്ഞിരിക്കുന്നു. പിണറായി വിജയന് ഉഗ്രൻ പ്രഹരമാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് ആദ്യം കിട്ടിയത്. തൊട്ടു പിന്നാലെ ആ കരിങ്കൊടിയിൽ കയറി പിടിച്ചു ഹൈക്കോടതി. കരിങ്കൊടി പ്രതിഷേധം അപമാനിക്കലല്ല, മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി വീശിയ കേസ് അങ്ങനെ ഹൈക്കോടതി റദ്ദാക്കി. കരിങ്കൊടി പ്രതിഷേധം അപകീർത്തിപരമോ അപമാനിക്കലോ അല്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. പറവൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കരിങ്കൊടി വീശി പ്രതിഷേധിച്ച കേസ് റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവിലാണ് ഹൈക്കോടതിയുടെ ശ്രദ്ധേയ നിരീക്ഷണം. ഏത് നിറത്തിലുള്ള കൊടിയും ഉപയോഗിച്ചുള്ള പ്രതിഷേധം നിയമവിരുദ്ധമല്ല. പ്രതിഷേധമുണ്ടാകുമ്പോൾ ചെറിയ ബലപ്രയോഗം സാധാരണമാണ്. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെടുത്തിയെന്ന കുറ്റം നിലനിൽക്കില്ല. ഇത്തരം ചെറിയ കാര്യങ്ങളിൽ നിയമ നടപടികൾ ഒഴിവാക്കണമെന്നും കേസ് പരിഗണിച്ച ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ഓർമ്മിപ്പിച്ചു. 2017 ഏപ്രിൽ 9 കേസിനാസ്പദമായ സംഭവം. പറവൂരിൽ മുഖ്യമന്ത്രിക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു നടത്തിയ പ്രതിഷേധത്തിൽ പോലീസ് കേസെടുത്തിരുന്നു. കരിങ്കൊടി കാട്ടി എന്ന് മാത്രമല്ല, ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെടുത്തി എന്ന കുറ്റത്തിനും കേസെടുത്തിരുന്നു. ഈ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ടവർ ഹൈക്കോടതിയെ സമീപിച്ചത്. കട്ടയ്ക്കുള്ള വിധിയാണ് ഇന്ന് ഹൈക്കോടതി നൽകിയത്. കറുപ്പ് കണ്ടാൽ കാലിളകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ ഓർത്ത് ഇപ്പോഴും കേരളം പരിഹസിക്കുന്നു. ബാരിക്കേഡിന് പിന്നിലേക്ക് ജനങ്ങളെ വകഞ്ഞു മാറ്റുന്ന പോലീസ്. ആരെങ്കിലും കറുത്തിയുടുപ്പിട്ട് മുഖ്യമന്ത്രിയുടെ പരിസരത്ത് വന്നാൽ അവരെ ഓടിച്ചിട്ട് പിടികൂടുന്ന കേരള പോലീസ്. 2023 നമ്മൾ കറുപ്പിനെതിരെ നീങ്ങുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിചിത്ര സ്വഭാവങ്ങളായിരുന്നു കണ്ടിരുന്നത്. കറുപ്പുകൊടിയുമായി ആരെങ്കിലും മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കാനെത്തിയാൽ അവരെ അടിച്ചോടിക്കാൻ പ്രത്യേക രക്ഷാസേനയെ വരെ ചുറ്റും നിർത്തിയാണ് മുഖ്യമന്ത്രിയുടെ ചീറിപ്പായൽ. കറുപ്പിനെ പേടിച്ച് മുഖ്യമന്ത്രിക്ക് ഗതാഗത സൗകര്യമൊരുക്കാൻ റോഡ് പരക്കെ തടഞ്ഞിട്ടു പോലീസ്. മുഖ്യമന്ത്രിയുടെ കറുപ്പിനോടുള്ള വിരോധം ഇടതുമുന്നണിയിൽ പോലും വലിയ ചർച്ചകളും വിവാദങ്ങളും ആയി ആളിക്കത്തിയ കാലഘട്ടം. ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ ബ്രണ്ണൻ കോളേജിൽ താൻ നിർഭയനായി നടന്നിട്ടുണ്ട് എന്നൊക്കെ ഒരിക്കൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ പ്രസംഗത്തിൽ തള്ളിവിട്ടിരുന്നു. എന്നാൽ പിന്നീട് എവിടെയെങ്കിലും വെച്ച് കരിങ്കൊടി കണ്ടാൽ മുഖ്യമന്ത്രിക്ക് കാലിളകും. കറുപ്പിട്ട ജനങ്ങളെപ്പോലും മുഖ്യമന്ത്രിയുടെ പരിസര പ്രദേശത്ത് എങ്ങും അടുപ്പിക്കാതെ നോക്കി കേരള പോലീസ്. മുഖ്യമന്ത്രിയുടെ സുരക്ഷയുടെ പേരിൽ കുഞ്ഞിന് മരുന്ന് വാങ്ങാൻ കാറിലെത്തിയ അച്ഛനെയും ബന്ധുക്കളെയും വരെ പോലീസ് വഴിതടഞ്ഞിട്ടു. ഒരിക്കൽ തൃശൂർ മണ്ണൂത്തി വെറ്റിനറി സർവകലാശാലയിലെ പരിപാടിയിൽ പ്രസംഗിക്കുന്ന വേദിയിൽ നിന്ന് 20 അടിയിലേറെ അകറ്റി ബാരിക്കേഡ് കെട്ടി വേർതിരിച്ചിരുന്നു സദസ്സിനെ. മുഖ്യമന്ത്രിക്കരികിലേക്ക് മാധ്യമപ്രവർത്തകർ കറുത്ത ഉടുപ്പിട്ട് ചെന്നാൽ പോലും മുഖ്യമന്ത്രിക്ക് ഭയമായിരുന്നു. കറുപ്പ് പേടിയായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കാക്ക പോലും അന്ന് പേടിച്ചാണ് പറന്നിരുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പരിഹസിച്ചിരുന്നു. ഒരിക്കൽ അഷ്ടമുടിക്കായലിന് സമീപത്തെ സാമ്പ്രാണിക്കോടി തുരുത്ത് കാണാൻ ആലപ്പുഴയിൽ നിന്നെത്തിയ യുവാക്കൾ കറുപ്പ് ഷർട്ടിട്ടതിന്റെ പേരിൽ 8 മണിക്കൂറോളം പോലീസ് കസ്റ്റഡിയിൽ നിർത്തിയിരുന്നു. കടയിൽ നിന്ന് വെള്ളം വാങ്ങി പാർക്ക് ചെയ്തിരുന്ന ബൈക്കിൽ ചാരി നിൽക്കുമ്പോഴാണ് പോലീസ് ചാടി വീണ് ഈ യുവാക്കളെ കസ്റ്റഡിയിലെടുത്തത്. എന്നാൽ മന്ത്രി മുഹമ്മദ് റിയാസ് പലപ്പോഴും കറുപ്പ് ഷർട്ടിട്ട് വേദികളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. മരുമകനൊഴികെ മറ്റാരും കറുപ്പ് ഷർട്ട് ഇടരുത് എന്നതാണ് മുഖ്യമന്ത്രിയുടെ വിവക്ഷയെന്ന് അന്ന് പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു. ഒരിക്കൽ കറുത്ത വസ്ത്രമോ മാസ്കോ ധരിക്കുന്നതിൽ നിന്ന് ആളുകളെ വിലക്കിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന് എന്തുകൊണ്ടാണ് കറുപ്പിനോട് ഇത്ര വിരോധം എന്ന ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ അന്ന് പരിഹാസമായി ഉയർന്നു. പിന്നീട് UDF തങ്ങളുടെ പ്രതിഷേധങ്ങളിൽ കറുപ്പ് കൊടി സാധാരണയാക്കി. ചുവപ്പ് കണ്ടാൽ വിരണ്ടോടുന്ന കാളയെപ്പോലെയായിരുന്നു അന്ന് മുഖ്യമന്ത്രി കറുപ്പ് കണ്ടാൽ കാലിളകുന്ന അവസ്ഥ. കറുത്ത കാറിൽ കരിപ്പൂച്ചകളുടെ അകമ്പടിയോടെയാണ് മുഖ്യമന്ത്രി ചീറിപ്പായുന്നത്. എങ്കിലും വഴിവക്കിൽ എവിടെയെങ്കിലും ആരെങ്കിലും കറുത്തി ഉടുപ്പിട്ട് നിന്നാൽ ഒരു കരിങ്കൊടി കണ്ടാൽ മുഖ്യമന്ത്രിക്ക് കാലിളകും. അക്കാലത്ത് ആളുകൾ ഭരിച്ചാൽ വഴിയിൽ കരിങ്കൊടി കെട്ടാൻ പോലും ഭയന്നിരുന്നുവെന്നാണ് പൊതുവെ പറയപ്പെട്ടത്. ഇരട്ടച്ചങ്കനെന്നും ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്ന നിർഭയനെന്നുമുള്ള വിശേഷണങ്ങൾ അന്ന് നഷ്ടമായി. കാരണഭൂതനെ അന്ന് ജനങ്ങൾ എടുത്തുടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പിന്നീട് നവകേരള വാഹനത്തിന് മുന്നിൽ കരിങ്കൊടി കാണിച്ചവരെ തല്ലിച്ചതച്ച് രക്ഷാപ്രവർത്തനം എന്നാവർത്തിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുകൾ തട്ട് മുതൽ താഴെ തട്ട് വരെയുള്ള നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊക്കെ അഹങ്കാരത്തിന്റെ ഭാഷയായിരുന്നു അക്കാലത്ത്. നവകേരള യാത്രയുടെ സമയത്താണ് ഇത് ഏറ്റവും അധികം ശക്തമായത്.
മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ചിരുന്ന നവകേരള ബസ് കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ നിരവധി രക്ഷാപ്രവർത്തനങ്ങളിലൂടെയാണ് കടന്നുവന്നത്. ഏതെങ്കിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ കരിക്കൊടി കാണിക്കാനൊരുങ്ങിയാൽ അയാളെ കല്ലുകൊണ്ടും ലാത്തികൊണ്ടുമൊക്കെ ഉപദ്രവിച്ച് കീഴ്പ്പെടുത്തുന്ന കാഴ്ചകൾ ഡിവൈഎഫ്ഐ പ്രവർത്തകരും CPM അണികളും പോലീസുമൊക്കെ നടത്തിയത് രക്ഷാപ്രവർത്തനമെന്ന് അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദീകരിച്ചു. ഞാൻ കണ്ട കാര്യമാണ് പറഞ്ഞത്. അന്നും പറയുന്നു, ഇന്നും പറയും. ഇതുതന്നെ നാളെയും ആവർത്തിക്കും. നവകേരള ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ നിങ്ങൾക്ക് തോന്നി നിങ്ങൾ മഹാരാജാവാണെന്ന്. അതല്ല എന്ന് കേരളം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുവെന്നാണ് അന്ന് VD സതീശൻ നിയമസഭയിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ നേർക്ക് കൈ ചൂണ്ടി പറഞ്ഞത്. ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിലും പിന്നീട് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ തുടക്കത്തിലുമൊക്കെ കരിങ്കൊടി തന്നെയായിരുന്നു കേരളത്തിലെ മുഖ്യ സംസാര വിഷയം. എന്നാൽ പ്രതിഷേധങ്ങളിൽ കരിങ്കൊടി ഉപയോഗിക്കാം എന്ന് ഹൈക്കോടതി തീർത്തു പറയുന്നതോടെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള പ്രഹരം അതിശക്തമാവുകയാണ്. മന്ത്രി സജി ചെറിയാനെ എങ്ങനെ പൊത്തിപ്പിടിക്കാൻ കഴിയും ഈ മുഖ്യമന്ത്രിക്ക് എന്ന ചോദ്യം തന്നെ ശക്തമാകുന്നു. മുൻപൊരിക്കൽ KM മാണി മന്ത്രിയായിരുന്നപ്പോൾ അന്ന് ഹൈക്കോടതി നടത്തിയ ഒരു പരാമർശമുണ്ട്. ഉത്തരവിൽ പോലും പറയാത്ത ഒരു പരാമർശം. വാദങ്ങൾക്കിടയിൽ അന്ന് ഹൈക്കോടതി ഒരു ചോദ്യം ഉയർത്തിയിരുന്നു. സീസറിന്റെ ഭാര്യ സംശയങ്ങൾക്ക് അതീത ആയിരിക്കണ്ടേ? അത്തരമൊരു പരാമർശത്തെ തുടർന്ന് അന്ന് KM മാണി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ആദ്യം രംഗത്തെത്തിയത് CPM തന്നെയായിരുന്നു. സമാനമല്ല, അതുക്കും മേലെയാണ് ഇപ്പോൾ സജി ചെറിയാന്റെ അവസ്ഥ. സജി ചെറിയാന്റേത് ഭരണഘടന വിരുദ്ധ വാക്കുകൾ തന്നെയെന്ന് ഹൈക്കോടതി ഇന്ന് ഉറപ്പിച്ചു പറയുന്നു. കേസെടുത്ത് അന്വേഷിക്കണമെന്ന ആവശ്യമാണ് ഹൈക്കോടതി മുന്നോട്ട് വയ്ക്കുന്നത്. എന്നിട്ടും ആ മന്ത്രി കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കാൻ ഉളുപ്പില്ലേ എന്ന് ജനങ്ങളുടെ ചോദ്യം. ഇതിനൊന്നും ഉളുപ്പിന്റെ പ്രശ്നമല്ല, ആർത്തി തന്നെയാണ് മുഖ്യമെന്ന് മന്ത്രിമാരും മുഖ്യമന്ത്രിയും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.